ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. സോ കുറച്ച് അധികം ദിവസങ്ങൾക്ക് ശേഷം മാർക്കറ്റ് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് ഒക്കെ തരികയാണ്. നമ്മൾ കഴിഞ്ഞ 2 മാസമായിട്ട് മീഡിയം ടേം വാങ്ങിയ സ്റ്റോക്സ് എല്ലാം പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നല്ല കണ്ടീഷനാണ് എന്നാണ് പൊതുവേ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിന് ഒരു അന്ത്യം ഉണ്ടായാൽ മാർക്കറ്റിന് ഒരു സൂം ചെയ്യാനുള്ള അവസരവും നേരത്തെ ഹൈസ് 26,300 എന്നുള്ള ഈ റീസൺ ഹൈസിലേക്ക് മാർക്കറ്റിന് എത്രയും പെട്ടെന്ന് എത്താനും സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മെയിൻലി അത് എത്താനായിട്ട് മോസ്റ്റ്ലി 7-8% മൂവ്മെൻറ്റ് കറക്റ്റ് വേണം. ആൻഡ് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പം ഡോ ജോൺസ് നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യാൻ 268 പോയിൻറ്റ്സ് ഡൗൺ സൈഡാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി പോസിറ്റീവാണ്. ആൻഡ് ഇന്നലത്തെ US മാർക്കറ്റ്സിൻ്റെ ക്ലോസിങ് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 156 പോയിൻറ്റ് ഡൗൺ സൈഡാണ്. സോ മേ ബി നമുക്കൊരു സെല്ലിംഗ് പ്രഷർ ഇന്ന് നേരിട്ടേക്കാം എന്ന് നമുക്ക് തോന്നുന്നു. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സും അത്യാവശ്യം നല്ല രീതിയിൽ ഡൗൺ സൈഡ് കാണിക്കുന്നുണ്ട്. തായ്വാൻ വെയ്റ്റഡ് പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് സൂചനയുണ്ട്. ഓക്കെ, അപ്പം എന്തുകൊണ്ട് മേ ബി ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഡൗൺ സൈഡ് ഏരിയയിൽ നിന്നും മാക്സിമം നിഫ്റ്റി ഒരു 10% മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. മേ ബി നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടേക്കാം ഇന്നത്തെ ദിവസം എന്നാണ് എനിക്ക് സ്ട്രക്ചറലി എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് അപ്സൈഡ് വന്നു, താഴെ പോയി, അപ്സൈഡ് വന്നു, മേ ബി ഒരു ചെറിയ ഡൗൺ സൈഡ് ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്കൊരു 15 മിനിറ്റ് ചാർട്ട് എടുത്തിട്ട് ഇന്നത്തെ ഇൻട്രാഡേ ലെവൽസ് മാർക്കറ്റിൻ്റെ ഒന്ന് പരിശോധിച്ച് വയ്ക്കാം. അപ്പോൾ സ്ട്രക്ചറലി നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നോക്കി മാർക്കറ്റ് അപ്സൈഡ് മൊമെൻറ്റം തരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാവുന്ന സോൺസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം. ആദ്യം തന്നെ നമുക്കിടാം ഈ ഒരു ഹൈ 24,600 എന്ന് പറയുന്ന ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാവുന്ന സോണാണ്. ആൻഡ് മാർക്കറ്റ് പലതവണയായിട്ട് ഡിമാൻഡ് എടുക്കുന്ന ഈ സോണ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇടേണ്ട ആവശ്യകതയുണ്ട്. ആൻഡ് ഈ ഒരു സോണ് 24,239 to 322 സോൺ എന്ന് പറയുന്നത് മാർക്കറ്റിൽ മേ ബി ഒരു അപ്സൈഡ് ഒരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മാർക്കറ്റിന് ഹോൾഡ് ചെയ്ത് അപ്സൈഡ് പോകാൻ പറ്റിയ ഒരു സോണാണ്. ആൻഡ് നമുക്ക് ഈ ഒരു ഏരിയയും കൂടെ മാർക്ക് ചെയ്തിടണം. കാരണം ലിക്വിഡിറ്റി ഹണ്ട് നടന്ന സോൺസിൽ ഈ ഒരു ഏരിയ 24,061 എന്ന് പറയുന്ന സോൺസിൽ മാർക്കറ്റിന് ഒരു ഡിമാൻഡ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് അപ്പ് വന്ന ഈ മേഖലകളിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കണ്ടിട്ട് നമുക്ക് ആ ഒരു ഏരിയയും കൂടെ മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പം മിനിമം അതിൽ കൂടുതൽ ഫോൾ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു ഏരിയ മൈനർലി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അപ്സൈഡ് മൊമെൻറ്റം ഇനി പ്രതീക്ഷിക്കാത്ത രീതിയിൽ മൊമെൻറ്റം വരുവാണെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റം 24,600 റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 24,800 to 860 റേഞ്ചിലാണ് മാർക്കറ്റിന് ഇനിയുള്ള പ്രതിസന്ധി നേരിടാൻ പോകുന്നത് സോണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മൈനർ ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്ത് വച്ചേക്കാം. മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. നമുക്കത് ഓൺ ടൈം മാർക്കറ്റിൻ്റെ ഓൺ ടൈം അവസ്ഥയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സോൺസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ലെവൽസ് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ എന്തൊക്കെ ന്യൂസസ് ഉണ്ടെന്ന് കൂടെ നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ റിസൾട്ട് ബേസ്ഡ് ക്വാർട്ടർലി റിസൾട്ട് ഏർണിംഗ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് നോക്കുവാണെങ്കിൽ ഇന്ന് ഇൻഫോസിസിൻ്റെ ആദ്യത്തെ ബിർളയുടെ സൺലൈഫ് AMC, അദാനി എനർജി സൊല്യൂഷൻസ്, ബ്ലൂസ്റ്റോൺ ജ്വല്ലറി, ലൈഫ്സ്റ്റൈൽ ബ്ലൂസ്റ്റോൺ ജ്വല്ലറി ആൻഡ് ലൈഫ്സ്റ്റൈൽ, CIE മോട്ടീവ്, സയൻറ്റ്, IEX, മഹീന്ദ്ര ലോജിസ്റ്റിക്സ്, സ്റ്റെർലിംഗ് ആൻഡ് മിനിസ്റ്റർ റിന്യൂവബിൾസ്, ടാറ്റ ടെലിസർവീസ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് UT അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ റിസൾട്ട്സ് വരുന്നുണ്ട്. കുറച്ചധികം കമ്പനികൾ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആണെങ്കിൽ നെറ്റ് പ്രീമിയം ഇൻകം കൂടിയിട്ടുണ്ട്. ബട്ട് പ്രോഫിറ്റിൽ സ്ലൈറ്റ്ലി ഉള്ളൊരു കുറവുണ്ട് കേട്ടോ. 813 നിന്ന് 804 crores കുറവിട്ടുണ്ട്. ട്രെൻഡിൻ്റെ നല്ലൊരു റിസൾട്ടാണ് വന്നേക്കുന്നത്. 311 കോടിയിൽ നിന്ന് 413 കോടിയിലേക്ക് വർധനവ് ഉണ്ടായിട്ടുണ്ട്. റവന്യൂ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. ലോഞ്ച് ടെക്നോളജി എന്ന് പറയുമ്പോൾ റവന്യൂ ജമ്പ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. സോ ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ പ്രോഫിറ്റിന് റവന്യൂ ഗ്രോത്ത് ആയിട്ടുണ്ട്. ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോഫിറ്റ് സിങ്ക് ചെയ്തിട്ടുണ്ട്. റവന്യൂ റൈസ് ഉണ്ടായിട്ടുണ്ട്. ഡെൽറ്റ കോർപ്പിൻ്റെ പ്രോഫിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഇടിഞ്ഞു താന്നിട്ടുണ്ട്. 124 കോടിയിലായിരുന്ന പ്രോഫിറ്റ് 16 കോടിയിലേക്കാണ് താഴെ എത്തിക്കുന്നത്. റവന്യൂ ഡിക്ലൈനും ഉണ്ടായിട്ടുണ്ട്. സോ ഡെൽറ്റ കോർപ്പ് കുറച്ച് കൺസേൺഡ് സ്റ്റോക്കാണ്, എല്ലാവരും നോക്കാം. പിന്നെ മന്ത്ലി സബ്സ്ക്രൈബേഴ്സ് ഡേറ്റ എന്ന് പറയുന്ന കാര്യം വന്നിട്ടുണ്ട്. അതെന്തിൻ്റെയാണ്? ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റോക്സിൻ്റെ. റിലയൻസ് ജിയോ ഈ മാസം 32.27 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം അത് 16.24 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ആൻഡ് ഭാരതി എയർടെൽ ആണെങ്കിൽ 50 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വോഡാഫോൺ ഐഡിയ 1.2 lakh സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫോസിസും ഓപ്പൺ ഐയും കൂടെ ചേർന്നൊരു സ്ട്രാറ്റജിക് കൊളാബറേഷൻ ഓൺഗോയിങ് ആണ്.
പിന്നെ ജിയോ ഫിനാൻഷ്യൽ ഗ്രൂപ്പും അലയൻസ് ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ട് ഒരു ബൈൻഡിങ് എഗ്രിമെൻറ്റ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ BELന് ഒരു ഓർഡർ സെക്യൂർ ആയിട്ടുണ്ട്. 569 കോടിയുടെ ഒരു ഓർഡർ സെക്യൂർ ആയിട്ടുണ്ട്. മേജർ ഓർഡറാണ്. ഇപ്പം അത്യാവശ്യം നല്ല ന്യൂസ് ഉണ്ട്. പിന്നെ ലെമൺ ട്രീ ഹോട്ടൽസ് ഒരു ലൈസൻസ് എഗ്രിമെൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 ഹോട്ടൽ പ്രോപ്പർട്ടീസാണ്. ലെമൺ ട്രീ പ്രീമിയർ ആൻഡ് റായ്പൂർ ലെമൺ ട്രീ ഹോട്ടൽ ജലന്ധറിൽ കമ്പനി സബ്സിഡിയറി കർണൈറ്റിയൻ ഹോട്ടൽസ് എന്ന് പറഞ്ഞ കമ്പനി ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ന്യൂസസ് ഒരുപാട് ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്സ് GNA ആക്സിൽസ് എൻ്റെ ഫോക്കസിലുണ്ട്. അപ്പോൾ GNA ആക്സിൽസ് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ആൻഡ് പിന്നെ നമുക്ക് നോക്കാം. GNA ആക്സിൽസിൻ്റെ അപ്ഡേറ്റ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കാം. GNA ആക്സിൽസിൻ്റെ പ്രൈസ് ആക്ഷൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയിൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടിരിക്കുകയാണ്. ഞാൻ മീഡിയം ടേം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ABB അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് എനിക്ക് തന്നിട്ട് നിൽക്കുകയാണ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സിൽ വാൽചന്ദ് നഗർ ഞാൻ മീഡിയം ടേം ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് വാൽചന്ദ് നഗർ. അപ്പോൾ നല്ല അവസരം തന്നിട്ടുണ്ടായിരുന്നു. 120 വരെ ആഡ് ചെയ്യാനുള്ള ഒരു അവസരം നല്ല പേഷ്യൻ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരുപാട് പേര് അത് മിസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു വാൽചന്ദ് നഗർ. അപ്പോൾ അത്യാവശ്യം നല്ല എൻട്രീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ഷമയോടെ നിന്നവർക്ക് അത്യാവശ്യം നല്ല അവസരങ്ങൾ മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ലെമൺ ട്രീ ഹോട്ടൽസിനെ ഞാൻ കുറച്ച് കാലമായിട്ട് പഠിക്കുകയാണ്. നല്ല നല്ല ഓർഡേഴ്സ്, നല്ല നല്ല ഹോട്ടൽസ് അവർ അക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിന് ശേഷം റിവേഴ്സൽ ശ്രമം നമുക്കിവിടെ കാണാം. ഇവിടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞതിൻ്റെ തലേ ദിവസം, ഇന്നലെ അല്ല പിന്നെ ഞാൻ നല്ലൊരു ബ്രേക്കൗട്ട് തന്നിട്ടുണ്ടായിരുന്നു ലെമൺ ട്രീ ഹോട്ടൽസ്. സോ ഞാൻ എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുകയാണ്. ലെമൺ ട്രീ ഹോട്ടൽസ് ഒരു 130 റേഞ്ചിലേക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുമോ എന്ന് വാച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. ലെമൺ ട്രീ ഹോട്ടൽസ് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് സോണിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സൽ അടിക്കുന്നത്. എന്തായാലും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം ലെമൺ ട്രീ ഹോട്ടൽസ്. ഓക്കെ, അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം 100-110 പേരും മുകളിൽ ഇപ്പം തന്നെ പുതിയതായിട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പം പഴയ ചാനൽ പോയ ശേഷം പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എന്നെ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ റീച്ച് ചെയ്യാം. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം, ഡൗട്ട്സ് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.